ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിനോയ് ചേരുകയാണ്. ബിനോയ്, എന്തൊക്കെ കാര്യങ്ങളാണ് വി മുരളീധരൻ പറഞ്ഞത്? അജിംഷാദ്, ഈ ഇറാനിൽ അകപ്പെട്ടു പോയ 5 പേരുടെയും കുടുംബാംഗങ്ങളുമായി മന്ത്രി വി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമായും പറഞ്ഞത് ഈ 5 ദിനങ്ങളിൽ നിന്നുള്ള പള്ളി വികാരി ജസ്റ്റിന്റെ ഫോൺ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ സംസ്ഥാന നിന്നുള്ള അന്വേഷണം പൂർത്തിയാക്കി. ഉടൻ തന്നെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴി ഇറാനിലെ എംബസിയുമായി ബന്ധപ്പെട്ടു. ഇപ്പോൾ ഈ 5 പേരും കഴിയുന്ന എവിടെയാണെന്നുള്ള സ്ഥലം വ്യക്തമായി വിവരം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ എംബസി അംഗങ്ങൾ അവിടെ എത്തുകയും ഇവരുമായി കൂടിക്കാഴ്ച നടത്തി ഇവരെ എത്രയും വേഗം മോചിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും വി മുരളീധരൻ കുടുംബാംഗങ്ങളെ അറിയിച്ചു. അപ്പോൾ കുടുംബാംഗങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ ഫോണിൽ സംസാരിക്കാനെങ്കിലും ഒരു അവസരം വേണമെന്നായിരുന്നു. അത്തരത്തിൽ ഫോണിൽ സംസാരിക്കാനുള്ള അവസരം ഉടൻ തന്നെ ഒരുക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ എല്ലാ കുടുംബാംഗങ്ങളുടെയും വിഷമതകൾ മുഴുവൻ കേട്ടു. ഏകദേശം 15 മിനിറ്റോളം കുടുംബാംഗങ്ങൾക്കൊപ്പം ചെലവിട്ടു. ഇപ്പോൾ പള്ളി വികാരിയും ഒപ്പം തന്നെ സഭാ അധ്യക്ഷന്മാരുമായിട്ടൊക്കെയുള്ള ഒരു ചർച്ച, ഇതിനകത്ത് ഇവരെങ്ങനെ പുറത്തേക്ക് എന്നാണ് കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ചർച്ച ഇപ്പോൾ നടന്നു വരികയാണ്. പ്രധാനമായും അദ്ദേഹം സൂചിപ്പിച്ചത് വളരെ കാലതാമസമില്ലാതെ ഇവരെ ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ഇന്ത്യയിൽ നിന്നും ഇറാനിൽ അകപ്പെട്ടുപോയ മുഴുവൻ ആളുകളെയും ഉടൻ എത്തിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരി ബിനോയ്, ഇറാനിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുടുംബങ്ങളെ അറിയിച്ചത്. ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി ബിനോയ് നൽകിയത്.